ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റോറി 2 ഇന്ന് കേരളത്തിൽ റിലീസായതിന് പിന്നാലെയുള്ള കുറച്ച് വിവരങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും നമ്മുടെ കേരള സ്റ്റോറിക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട്. തിയേറ്ററിലൊന്നും ഒരാൾ പോലും ഇല്ല. കോട്ടയത്ത് അനശ്വര തിയേറ്ററിൽ സിനിമ കാണാൻ 2 പേര് മാത്രമാണ് എത്തിയത്. ഓൺലൈൻ ബുക്കിങ്ങും ഒക്കെ വളരെ കുറവാണ്. എറണാകുളത്തെ ഫസ്റ്റ് ഉച്ചക്കലത്തെ ഷോയിൽ തന്നെ പല തിയേറ്ററുകളിലും ഒരാൾ പോലും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിലും 1-2 പേരൊക്കെയാണ് സിനിമ കാണാൻ വന്നത്. അങ്ങനെയുള്ള തിയേറ്ററുകളിൽ അവർ ഷോ തന്നെ ക്യാൻസൽ ചെയ്തു. കാരണം 2 പേർക്കായിട്ട് ഷോ നടത്തുന്നത് നഷ്ടമാണെന്നാണ് തിയേറ്ററുകാർ പറയുന്നത്. അപ്പോൾ രാത്രിയിൽ തന്നെ ചർച്ച നടത്തി വളരെ ബന്ധപ്പെട്ട് സിനിമയ്ക്ക് അനുമതി കൊടുത്ത കോടതിയുടെ ആ സീരിയസ്നെസ്സോ കാര്യമോ ഒന്നും കേരളത്തിൽ സിനിമ പ്രദർശിപ്പിക്കാൻ നേരത്തെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് കോടതി ഇത്ര തിടുക്കപ്പെട്ട് 4-5 മണിക്കൂറൊക്കെ ചർച്ച നടത്തി രാത്രി 8-9 മണിവരെയൊക്കെ ഇരുന്ന് ചർച്ച നടത്തി അത് പിറ്റേന്ന് റിലീസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തതെങ്കിൽ അത് എവിടെ നിന്നൊക്കെ വെളിവന്നിരിക്കാതെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തികച്ചും കേരളത്തെ അപമാനിക്കാൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങിയ ഒരു സ്റ്റോറിയെ കേരളത്തിലുള്ളവർ എല്ലാവരും ഒന്നടങ്കം ബഹിഷ്കരിച്ചു. അത്രേ ഉള്ളൂ. കാരണം ഇവിടെ നടക്കാത്ത സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ നടന്ന സംഭവങ്ങൾക്ക് പോലും സെൻസർ ബോർഡ് അംഗീകാരം കൊടുക്കാതിരുന്നപ്പോൾ ഒരിക്കലും നടക്കാത്തൊരു സംഭവത്തിന് സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തത് തന്നെ നമ്മുടെ കേരളത്തെ അപമാനിക്കാനാണ്. നമ്മുടെ മതേതരത്വവും അല്ലെങ്കിൽ നമ്മുടെ ഈ മതസൗഹാർദ്ദവും ഒന്നും ബാക്കിയുള്ളവർക്കൊന്നും പിടിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും നമ്മൾ കേരളം ഒന്നാകെ കേരള സ്റ്റോറിയോടൊപ്പം ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ അതൊരു വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചു. താങ്ക് യു.